ഹായ് നമസ്കാരം. എന്നാണ്ട് വിശേഷങ്ങളൊക്കെ? ഞാൻ മീനു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനൽ മീനു മറിയും. ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു. നിങ്ങൾക്കൊക്കെ സുഖമാണോ? എന്നാണ്ട് വിശേഷങ്ങളൊക്കെ? എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടോ? ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ. പുതിയ പുതിയ കണ്ടൻറ്റ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്ട്സ് ഞാൻ മേടിച്ച് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സിൽ പറയണം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് യുവർ സ്കിന്നിൻ്റെ പാർട്ട് 2 ആണ്. അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡ്രൈ സ്കിന്നിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഓയിലി സ്കിന്നിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ മീനു മറിയം സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ സൈഡിലൊരു കുഞ്ഞിക്ക ബെല്ലൈക്കൺ കാണും. അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻ ഓൾ എന്നാക്കിയാൽ മാത്രമേ ഇനി ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഓയിലി സ്കിൻ അല്ലേ? എന്താണ് ഓയിലി സ്കിൻ? നമ്മൾ ഓയിലി സ്കിന്നായിട്ടുള്ള എല്ലാവർക്കും നമ്മൾ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് ഈ ഓയിലി സ്കിന്നിൻ്റേതായ ഒരു മെഴുമെഴുക്കലും പ്രശ്നങ്ങളും, മേക്കപ്പ് നിൽക്കുന്നില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എന്താണ് യഥാർത്ഥത്തിൽ ഓയിലി സ്കിൻ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഓയിലി സ്കിൻ വരുന്നത്? എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് സെബം, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ സ്കിൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എണ്ണമയം, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഒരു ഓയിലി സബ്സ്റ്റൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതാണ് ഈ സെബം എന്ന് പറയുന്നത്. എന്തിനാണ് ഇതിങ്ങനെ വെറുതെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ? മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. ആക്ച്വലി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഫങ്ഷനിങ് സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഓയിലി സ്കിന്നുകാർക്ക് സെബം കുറച്ച് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് നമ്മുടെ പ്രശ്നം അല്ലേ? അപ്പം എക്സസീവായിട്ട് ഈ സെബം പ്രൊഡക്ഷൻ ഉണ്ടാകുന്നതാണ് നമുക്ക് ഓയിലി സ്കിന്നാണ് എന്ന് നമ്മൾ പറയാനായിട്ട് കാരണം. നമുക്ക് ഓയിലി സ്കിന്നാണെന്ന് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? അതായത് ഓയിലി സ്കിന്നിൻ്റെ കുറച്ച് സയൻസ് എങ്ങനെ തിരിച്ചറിയാം, ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് അതിനൊരു ഷൈനി അപ്പിയറൻസ് ആയിരിക്കും. അതായത് ഒരു എണ്ണമയമായിട്ട് ഒരു ചെറിയ തിളക്കമുള്ള, നല്ല തിളക്കമാണെങ്കിൽ പോട്ടെ എന്ന് പറയാം, അങ്ങനെയല്ല, ഒരു എണ്ണമയത്തിൻ്റെതായ തിളക്കം. നമ്മുടെ ഫേസിലൊക്കെ എന്തോ അപ്ലൈ ചെയ്തിരിക്കുന്ന പോലെ ഒരു ഓയിലി ആയിട്ടുള്ള ഒരു സ്ട്രക്ചറായിരിക്കും, എണ്ണ തൂത്ത പോലെ ഒരു സ്ട്രക്ചറായിരിക്കും. പിന്നെ കോമൺ ആയിട്ട് നമ്മളെല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഓപ്പൺ ആയിട്ടുള്ള പോഴ്സ്, എൻലാർജ്ഡ് ആയിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള പോഴ്സ്. അത് കണ്ടാൽ തന്നെ നമ്മൾ യൂഷ്വലി ഓയിലി സ്കിന്നുള്ളവരുടെ സ്കിന്നിനെ ഓറഞ്ച് പീൽ അപ്പിയറൻസ് എന്നാണ് പറയുന്നത്. ഓറഞ്ചിൻ്റെ തൊലി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഓറഞ്ച് മേടിക്കുമ്പോൾ ഒരു ഓറഞ്ച് എടുത്തിട്ട് അതിൻ്റെ തൊലി ഒന്ന് അടുത്ത് പിടിച്ച് നോക്കുക. എന്താ എങ്ങനെയാണ് അതിൻ്റെ ടെക്സ്ചർ എന്ന് ശ്രദ്ധിച്ച് നോക്കണം. വലിയ പോറുകളാണ് ഓറഞ്ചിനുള്ളത്, വലിയ പോഴ്സാണ്. അതാണ് നമ്മുടെ ഒരു പ്രശ്നം. ഈ എക്സസീവായിട്ട് സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓപ്പൺ ആൻഡ് ലാർജ് പോഴ്സ് നമുക്ക് ഉണ്ടായേക്കാം. പിന്നെ നമ്മുടെ സ്ഥിരം പ്രശ്നം പിമ്പിൾസും സിസ്റ്റിക് ആഗ്നീസ് പോലത്തെ കുരുക്കൾ, നല്ലപോലെ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവുക, വൈറ്റ് ഹെഡ്സ് ഉണ്ടാവുക, അതൊക്കെയാണ് വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓയിലി സ്കിൻഡ് ആണെങ്കിൽ ചിലപ്പം നമ്മുടെ സ്കിന്ന് സെൻസിറ്റീവ് ആകാനായിട്ടുള്ള ഒരു സാധ്യതയും കൂടെ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്നാണെന്നറിയോ, നമ്മൾ എത്ര മേക്കപ്പ് ചെയ്ത് എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്തില്ല. പെട്ടെന്ന് തന്നെ ഒലിച്ചു പോവുക, കാജിൽ പെട്ടെന്ന് സ്മഡ്ജ് ആവുക, ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഓയിലി സ്കിന്നിനുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഒരു വലിയൊരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട് ഓയിലി സ്കിന്നിന്. എന്താണെന്നറിയാമോ? ഓയിലി സ്കിന്നിന് പെട്ടെന്നൊന്നും റിങ്കിൾസ് വരത്തില്ല. അതായത് ഈ നമുക്കിങ്ങനെ ചുളിവുകളുണ്ടല്ലോ, അതൊന്നും പെട്ടെന്ന് വിസിബിൾ ആവത്തില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കത് ചുളിവുകൾ വരാനുള്ള, ഡ്രൈ സ്കിന്നിനെയും കോമ്പിനേഷൻ സ്കിന്നിനെയും അപേക്ഷിച്ച് ഓയിലി സ്കിന്നിനകത്ത് ചുളിവുകൾ വരുന്നത് കുറവായിരിക്കും. എന്തുകൊണ്ടാണ് നമുക്ക് ഓയിലി സ്കിന്ന് വരുന്നത്? സ്ട്രെസ്സ്. ഒരു മെയിൻ റീസൺ സ്ട്രെസ്സാണ്. നമ്മൾ സ്ട്രെസ്ഡ് ആണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ചെറിയ ചേഞ്ചസ് വരും. ശ്രദ്ധിച്ചിട്ടില്ലേ? സ്ട്രെസ്ഡ് ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടീഷനിൽ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാകുന്നു, കുറേ കുരുക്കൾ വരുന്നു. അതാണ് സെബത്തിൻ്റെ പ്രൊഡക്ഷൻ അപ്പോൾ കൂടുകയാണ്. അപ്പോൾ സ്ട്രെസ് ഒരു റീസണാണ്. പിന്നെ ക്ലൈമാറ്റിക് ചേഞ്ചസ്. ചില ക്ലൈമറ്റ്സിൽ നമുക്ക് പെട്ടെന്ന് ഹ്യൂമിഡിറ്റി, അങ്ങനെ നമുക്ക് പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ചസിൽ ചില ആൾക്കാർക്ക് പെട്ടെന്ന് കുരുക്കൾ വരുന്നത് കൂടാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഓയിലി ആവുന്നത് കൂടാറുണ്ട്. പിന്നെ ജെനറ്റിക്സ്, നമ്മൾക്ക് ഹെറിഡിറ്ററി ആയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ജെനറ്റിക്കലി നമുക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ നമുക്കും ഓയിലി സ്കിന്ന് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ വേറൊരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഹോർമോണൽ ഇംബാലൻസ്.
പീരിയഡ്സ് ആൻഡ് പ്രഗ്നൻസി അറിയാമല്ലോ. പീരിയഡ്സിൻ്റെ ടൈമിലും പ്രഗ്നൻസിയുടെ ടൈമിലും നമ്മുടെ സ്കിന്ന് ചില ആൾക്കാർക്ക് അത് ഇഷ്ടമാണ്. അതായത് പെട്ടെന്ന് നല്ല ഡ്രൈ സ്കിൻഡ് ആയിട്ടുള്ളവർക്കൊക്കെ കുറച്ചൊന്ന് ഓയിലി ആകുമ്പോഴത്തേക്കും നല്ലൊരു ടെക്സ്ചർ കിട്ടും. പക്ഷേ നമ്മൾ ഓയിലി സ്കിൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രശ്നം പെട്ടെന്ന് ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാവും. അപ്പോൾ പീരിയഡ്സ് ആൻഡ് പ്രഗ്നൻസിയുടെ ടൈമിലും ആ ഒരു ഹോർമോണൽ ഫ്ലക്ച്വേഷൻ കൊണ്ട് നമ്മുടെ സ്കിന്ന് ഓയിലി ആകും. ഇനി നമുക്ക് ഓയിലി സ്കിന്നാണോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? ഒന്നാമത്തേത്, നമ്മൾ നേരത്തെ പറഞ്ഞ ആ കണ്ടീഷൻസ് ഒക്കെ വെച്ച് നോക്കി നമുക്ക് ഓയിലി സ്കിന്നാണോ ഇല്ലെന്ന് നമുക്ക് തന്നെ റൂൾ ഔട്ട് ചെയ്യാം. പിന്നെ ഒരു ചെറിയൊരു എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പൊടിക്കൈ ഉപയോഗിച്ച് നമുക്ക് ഓയിലി സ്കിന്നാണോ അല്ലയോ എന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം അല്ലേ? എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ മുഖത്തിൻ്റെ ഈ T സോൺ എന്ന് പറയും. T സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു T എഴുതിയാൽ എങ്ങനെ ഇരിക്കുമോ അങ്ങനെ. ഫോർഹെഡ്, മൂക്കിൻ്റെ ഈ ഭാഗം, നോസിൻ്റെ ഈ ഭാഗം, നമ്മുടെ താടിയുടെ ഭാഗം, ചിൻ, ഇത്രയും ഭാഗത്താണ് ഏറ്റവും കൂടുതലായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പം ഈ ഭാഗങ്ങളിൽ ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ പെട്ടെന്ന്, നമ്മുടെ ഈ ചീക്സ് ഒന്നും അത്ര പെട്ടെന്ന് ഓയിലി ആവത്തില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ T സോൺ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ സ്കിന്ന് ഓയിലി സ്കിന്നാണോ എന്ന് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഓക്കെ, അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ നല്ലൊരു മൈൽഡ് ക്ലെൻസർ ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്യുക. അതിനുശേഷം ഒരു 2 hours, 1.5 to 2 hours നമ്മളൊരു 1.5-2 മണിക്കൂർ വിട്ടേക്കുക. അതിനുശേഷം നമ്മുടെ സ്കിൻ എങ്ങനെ ഫീൽ ചെയ്യുന്നു അതാണ് ആക്ച്വലി നമ്മുടെ സ്കിൻ ടെക്സ്ചർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഓയിൽ ഒരു വലിച്ചിൽ ഒരു ഡ്രൈനെസ് ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈ സ്കിൻ ആയിരിക്കാം. അത് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞതാണ്. പിന്നെ ഓയിലി സ്കിൻ ആണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5-2 മണിക്കൂറിന് ശേഷം ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക. നമ്മളെല്ലാവരും കയ്യിൽ കാണുന്നത് ടിഷ്യൂ പേപ്പർ, വെറും സാധാരണ ടിഷ്യൂ പേപ്പർ. ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമ്മുടെ ഈ T സോണിൽ ഒന്ന് ബ്ലോട്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഇതാ ഇങ്ങനെ 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 ബ്ലോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ വല്ല വെട്ടത്തോട്ടോ വല്ലതും ഇത് പിടിക്കുവാണെങ്കിൽ ഇവിടെ ആ ഒരു ട്രാൻസ്പെറൻസി, ഒരു ചെറിയ രീതിയിൽ എണ്ണമയം കാണാനായിട്ട് പറ്റും. എണ്ണമയം പേപ്പറിൽ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമല്ലോ. നമ്മുടെ ഏത്തക്കാപ്പൊക്കെ തരുമ്പോൾ നമുക്ക് ഇതൊരു ടിഷ്യൂ പേപ്പർ കൂടെ തരത്തില്ലേ, അപ്പോൾ അതിൽ മൊത്തം എണ്ണയാവില്ലേ, അപ്പോൾ അതിനൊരു അപ്പിയറൻസ് കാണത്തില്ലേ? അത്രയില്ല, എന്നാൽ ഏകദേശം അതുപോലെയൊക്കെ ഉണ്ടാവും. കുറച്ച് ഓയിലി കണ്ടൻറ്റ് നമ്മുടെ ഈ ടിഷ്യൂ പേപ്പറിൽ കാണും. അപ്പം മേക്കപ്പ് ഇല്ലാത്ത ക്ലെൻസ് ചെയ്ത സ്കിന്നിലാണ് നമ്മൾ ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് ഓയിലി സ്കിന്നാണ്. ഓയിലി സ്കിൻ ആണെന്ന് കരുതി വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ചാണ് അതിനെ നമ്മൾ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണമെന്നുള്ളത് അല്ലേ? അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് യുവർ സ്കിന്നിൽ ഓയിലി സ്കിന്നിനെ കുറിച്ചും സംസാരിക്കുന്നത്. ഇനി ഓയിലി സ്കിന്നിനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലെൻസിങ്, ടോണിങ്, സെറം, മോയ്സ്ചറൈസിങ്, ഈ 4 കാര്യങ്ങൾ വിട്ട് കളയരുത്. ഇതൊരു മേക്കപ്പ് അല്ല. ആക്ച്വലി ഒരു 1-2 പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. CTSM റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്കിൻ കെയർ ആണ്. നമ്മൾ ഈ ഫൗണ്ടേഷനും പ്രൈമറും അങ്ങനത്തെ സാധനങ്ങൾ ഇടുന്നത് മേക്കപ്പാണ്. ഈ ക്ലെൻസിങ്ങും ടോണിങ്ങും സെറവും മോയ്സ്ചറൈസേഷനും ഒക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സ്കിൻ കെയർ ആണ്. ഓക്കെ, അപ്പം അത് തമ്മിൽ തെറ്റിപ്പോകരുത്. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. പിന്നെ CTSM അല്ലാതെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വാർത്തതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങൾ കഴിക്കാതിരിക്കുക. ബുദ്ധിമുട്ടാണ്, കഴിക്കാതിരിക്കേണ്ട, നമുക്ക് കുറച്ച് കുറയ്ക്കാം അല്ലേ? പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുകയില്ല. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അളവൊക്കെ ഇച്ചിരി ഒന്ന് കുറയ്ക്കാം. ഒത്തിരി ഫ്രൈഡ് ഐറ്റംസ്, ഒത്തിരി പ്രോസസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളുടെ അളവ് കുറച്ച് കുറയ്ക്കാം, അത്രയേ ഉള്ളൂ. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ പോലെ തന്നെ ഹൈഡ്രേറ്റ് നന്നായിട്ട് വെള്ളം കുടിക്കുക. എത്രത്തോളം വെള്ളം കുടിക്കുന്നോ അത് നമ്മുടെ സെബം പ്രൊഡക്ഷനെ എൻഹാൻസ് ചെയ്യും, നല്ല രീതിയിലാക്കും. അതുപോലെ തന്നെ നമ്മുടെ പോഴ്സ് ക്ലീൻ ചെയ്യാനായിട്ടാണ് നമ്മുടെ ഈ CTM റുട്ടീനൊക്കെ നമ്മൾ പറയുന്നത്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ തന്നെ കുറച്ച് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, നല്ല ഫുഡ് കഴിക്കുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഡയറ്റ് ഫോളോ ചെയ്യുക. ഓയിലി സ്കിന്നിൻ്റെ CTSM റുട്ടീനിലേക്ക് വരുമ്പോഴത്തേക്കും ക്ലെൻസിങ്ങിന് ആദ്യം നമുക്ക് സംസാരിക്കാം. ക്ലെൻസ് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും നമ്മൾ മൈൽഡ് ഫേസ് വാഷസ് വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. ഒത്തിരി ഹാർഷ് കെമിക്കൽസ് ഉള്ള, സോപ്പി ആയിട്ടുള്ള, അങ്ങനെ നമ്മുടെ ഫേസിനെ ഡ്രൈ ഔട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഫേസ് വാഷസ് കഴിവതും നമ്മൾ ഒഴിവാക്കുക. മൈൽഡായിട്ടുള്ള ഫേസ് വാഷസ് വേണം നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യാനായിട്ട്. ഈ ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കുന്ന തരത്തിലുള്ള ഫേസ് വാഷുകൾ ഉപയോഗിക്കുന്നത് നല്ലതല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ സെബം പ്രൊഡക്ഷൻ എല്ലാം മാറി നല്ല ക്ലീൻ ആവത്തില്ല, അപ്പോൾ നമ്മുടെ ഫേസ് ഡ്രൈ ആവുമല്ലേ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അല്ല,
ആക്ച്വലി അങ്ങനത്തെ ഡ്രൈ നല്ല കെമിക്കലായിട്ടുള്ള ഹാർഷായിട്ടുള്ള ഫേസ് വാഷസ് നമ്മൾ യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ സ്കിൻ ഡ്രൈ ഔട്ട് ആവുകയാണ്. ഡ്രൈ ഔട്ട് ആകുമ്പോൾ എന്ത് ചെയ്യും, അതൊന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ നമ്മുടെ സ്കിൻ വീണ്ടും സെബം പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ വീണ്ടും ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു, വീണ്ടും നമുക്ക് ഓയിലി സ്കിന്നാവും. അപ്പോൾ അത് വരാതെ നോക്കുക. പിന്നെ എങ്ങനെയാണ് നല്ലൊരു ഓയിലി സ്കിന്നിന് പറ്റിയ നല്ലൊരു ഫേസ് വാഷ് തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കുക. ഗ്ലൈക്കോളിക് ആസിഡ്, പിന്നെ സാലിസിലിക് ആസിഡ്, ഇതൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇങ്ങനത്തെ കണ്ടൻസ് ഉള്ള ഫേസ് വാഷസ്, ക്ലെൻസേഴ്സ് നമുക്ക് വളരെ നല്ലതാണ്. അത് ഉപയോഗിച്ചിട്ട് ക്ലെൻസ് ചെയ്തേക്കാം. അപ്പം ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട്, ആദ്യമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് അതൊക്കെയുള്ള കണ്ടൻസ് ഉള്ള ഫേസ് വാഷസോ കാര്യങ്ങളോ നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തേക്കുക. കൈയുടെ ഈ ഭാഗത്തോ കഴുത്തിൻ്റെ ഇവിടെയോ എവിടെയെങ്കിലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തേക്കുക. ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് ഓവർ ക്ലെൻസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഓവർ എക്സ്ഫോളിയേറ്റ് ചെയ്യാതിരിക്കുക. അതായത് ഈ റഫായിട്ടുള്ള തോർത്ത്, ഇപ്പം നല്ല ഉണങ്ങിയ തോർത്ത് അല്ലെങ്കിൽ റഫായിട്ടുള്ള തുണികൾ ഇട്ട് മുഖം തുടയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾ ലൂഫാസ് ഒക്കെ ഉണ്ടല്ലോ, ലൂഫ പോലത്തെ സാധനങ്ങൾ ഈ ഒക്കെ ഇട്ടിട്ട് നമ്മൾ മുഖമൊക്കെ ഇങ്ങനെ ഉരച്ച് കഴുകുക. ഓവർ എക്സ്ഫോളിയേറ്റ് ചെയ്യുക ഒന്നും ചെയ്യാതിരിക്കണം ക്ലെൻസ് ചെയ്യുന്ന സമയത്ത്. ഇനി ടോണേഴ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആസ്ട്രിൻജൻറ്റ് കണ്ടൻ്റ് ഉള്ള ടോണേഴ്സ് ഓയിലി സ്കിന്നുകൾക്ക് വളരെ നല്ലതാണ്. അത് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പം ചെറിയൊരു എരിച്ചിൽ, ആസ്ട്രിൻജൻ്റ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു എരിച്ചിൽ പോലെ, ഒരു ബേണിംഗ് സെൻസേഷൻ പോലെ തോന്നിയേക്കാം. അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആസ്ട്രിൻജൻറ്റ് ടോണർ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതും ചെറുതായിട്ടൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക. മുഖത്ത് ചെയ്യുന്ന ഏത് കാര്യങ്ങളും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പാച്ച് ടെസ്റ്റ് എവിടെയെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ കഴുത്തിലോ കയ്യിലോ പാച്ച് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ആസ്ട്രിൻജൻറ്റ് ടോണർ ചെറുതായിട്ട് സ്റ്റിൻ ചെയ്യും, പക്ഷെ എന്നാലും അത് നല്ലതായിരിക്കും നമ്മുടെ സ്കിന്നിന്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടോണേഴ്സ് വേണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ടോണേഴ്സ് ഡെഫിനറ്റ്ലി വേണം. നമ്മുടെ പോഴ്സ് ക്ലെൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ടോണേഴ്സ് മസ്റ്റാണ്. പിന്നിപ്പം എന്താ പറയുന്നത്, ഈ വിച്ച് ഹേസൽ പോലത്തെ കണ്ടൻ്റ് ഉള്ള നാച്ചുറൽ ടോണറാണ്. വിച്ച് ഹേസൽ കണ്ടൻ്റ് ഉള്ള ടോണേഴ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലതാണ്. ഡ്രൈ സ്കിന്നുകാർക്ക് വിച്ച് ഹേസൽ ഉള്ളത് നല്ലതല്ല, അത് വീണ്ടും സ്കിന്നിനെ ഡ്രൈ ഔട്ട് ചെയ്യും. ഇതൊക്കെയാണ് നല്ല ടോണേഴ്സ്. ചുമ്മാ ഒരു സജഷനിൽ പറയാനാണെങ്കിൽ പ്ലമ്മിൻ്റെ ടോണർ നല്ലതാണ്. പിന്നെ ഡെർമാക്കോയുടെ നിയാസിനമൈഡ് ടോണർ വളരെ നല്ലതാണ്. ഞാൻ ഇതൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്, വളരെ നല്ലതാണ്. പോഴ്സ് നല്ലപോലെ മിനിമൈസ്. പിന്നെ നമ്മുടെ റോസ് വാട്ടർ, വേറെ ഒന്നും ഇഷ്ടമില്ലെങ്കിൽ നമ്മുടെ റോസ് വാട്ടർ വളരെ നല്ലതാണ്. പിന്നെ ടീ ട്രീ എന്ന് പറഞ്ഞ കണ്ടൻ്റ് ഉള്ള ടോണറും വളരെ നല്ലതാണ്. അത് ഇപ്പം അത് ഗുഡ് വൈബ്സിനുണ്ട്, ഇത് നമ്മുടെ ബയോട്ടിക്കിനുണ്ട്, ഈസിലി അവൈലബിൾ അല്ലേ കടകളിലൊക്കെ, ലേഡി സ്റ്റോറുകളിലൊക്കെ കിട്ടും ബയോട്ടിക്കിൻ്റെ പ്രോഡക്ട്സ്. ബയോട്ടിക്കിനുണ്ട്. അങ്ങനത്തെ പ്രോഡക്ട്സ്, അങ്ങനത്തെ കണ്ടൻ്റ് ഉള്ള പ്രോഡക്ട്സ് ഒക്കെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓയിലി സ്കിന്നുകാർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ടോണേഴ്സ്. സ്കിന്നുകാർക്ക് ഫേസ് മാസ്കുകൾ യൂസ് ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. അത് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലേ മാസ്കുകൾ, ഹണിയുടെ മാസ്കുകൾ, പിന്നെ ഓട്സിൻ്റെ പൗഡർ, അതൊക്കെ വളരെ നല്ലതാണ്. ക്ലേ മാസ്കിനകത്ത് നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റിയത് മുൾട്ടാനി മിട്ടിയില്ലേ, അത് ജസ്റ്റ് നമ്മൾ വെള്ളത്തിൽ അല്ലെങ്കിൽ റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെച്ച്, അപ്പോൾ അത് എക്സസീവായിട്ടുള്ള ഓയിലും ഡേർട്ടും ആ സെബത്തിൻ്റെ കണ്ടൻസ് ഒക്കെ അബ്സോർബ് ചെയ്ത് നമ്മുടെ പോഴ്സിനെ നല്ലപോലെ ക്ലീൻ ചെയ്യും, നമ്മുടെ സ്കിൻ നല്ല ടൈറ്റൻ ആകാൻ ഹെൽപ്പ് ചെയ്യും. ഹണിയുടെ കാര്യം, അതായത് നമ്മുടെ തേൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചെടുത്ത് മുഖത്തൊക്കെ ഒന്ന് തേച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോൾ കഴുകി കളയുന്നത് വളരെ നല്ലതാണ്. ആ ഒരു എന്താ പറയുക, ഒരു ക്ലെൻസിങ് എഫക്റ്റും ഒരു ടൈറ്റനിങ് എഫക്റ്റും നമുക്ക് ഓയിലി സ്കിന്നിന് കിട്ടും. പിന്നെ ഓട്സ് പൊടി, ഓട്സ് പൊടിച്ച് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ കുറച്ച് പൊടി എടുത്തിട്ട് മുഖം നല്ലപോലെ, തീരെ ഫൈൻ പൗഡർ ആവുന്ന കേട്ടോ നല്ലത്. ഓവർ സ്ക്രബ് ചെയ്യാതിരിക്കുക. മുഖം നന്നായിട്ട് വാഷ് ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് ഫേസ് ബ്രൈറ്റൻ ചെയ്യാനും ഓയിൽ പ്രൊഡക്ഷൻ കുറയാനും ഹെൽത്ത്. റൂട്ടീനിൽ മൂന്നാമത്തേത് സെറമാണ്. ഓയിലി സ്കിൻകാർ സെറം യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഓയിലി സ്കിൻകാർക്ക് സെറം യൂസ് ചെയ്യാം. വൈറ്റമിൻ സിയുടെ കണ്ടന്റ് ഉള്ള സെറം യൂസ് ചെയ്യാം. പിന്നെ ഹൈലൂറോണിക് ആസിഡിൻ്റെ സെറം യൂസ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഓയിലി സ്കിന്നിൻ്റെ ഭംഗി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെക്സ്ചർ എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കഴിവതും നിങ്ങൾ വാട്ടർ ബേസ്ഡ് അല്ലെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറുകൾ, സെറംസ് ഒക്കെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് എന്താ പറയുക, ഒരു സജഷനായിട്ട്, അതായത് ഏതൊക്കെയാണ് നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെർമാക്കോയുടെ നല്ല
സെറമാണ്, വൈറ്റമിൻ സി സെറം നല്ലതാണ്. ലോറിയലിൻ്റെ റീവൈറ്റൽ ലിഫ്റ്റ് നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ടാവും അല്ലേ? ലോറിയലിൻ്റെ റീവൈറ്റൽ ലിഫ്റ്റ് വളരെ നല്ലൊരു ഓപ്ഷനാണ് നമ്മൾ ഓയിലി സ്കിൻ ബ്യൂട്ടീസിന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചർ, അത് ഞാൻ മേടിച്ച സെപ്പറേറ്റ് റിവ്യൂ കാണിക്കാം കേട്ടോ. അതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഒരു വെള്ളത്തിൻ്റെ ടെക്സ്ചറാണ്. നേരെ അത് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ്ഡ് ആയിപ്പോകും. പിന്നെ ഗാർണിയറിൻ്റെ വൈറ്റമിൻ സി സെറം ഉണ്ട്, അത് വളരെ നല്ലൊരു ഓപ്ഷനായിട്ട് ഉണ്ട്. പിന്നെ മമയർത്തിന് 2 സെറംസ് ഉണ്ട്. ഒരു സ്കിൻ കറക്റ്റ് ഫേസ് സെറം എന്ന് പറഞ്ഞൊരു സെറമുണ്ട്. പിന്നെ പ്ലമ്മിൻ്റെ മാൻഡ്രിൻ സെറം, അതൊക്കെ വളരെ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മുടെ മിനിമലിസ്റ്റിൻ്റെ ആൽഫ ആർബിറ്റിൻ 2% ആണെന്ന് തോന്നുന്നു, 0.2, അതും വളരെ നല്ലൊരു ഓയിലി സ്കിന്നുകാർക്ക് നല്ലൊരു ഓപ്ഷൻസ് ആണ് ഈ സെറംസ് ഒക്കെ. ഇനി മോയ്സ്ചറൈസേഷനെ കുറിച്ച് പറയാം അല്ലേ? ശരിക്കും ഓയിലി സ്കിന്നുകാർക്ക് മോയ്സ്ചറൈസർ വേണം? എല്ലാവരുടെയും ഒരു മെയിൻ സംശയമാണ്. കാരണം ഓൾറെഡി നമ്മുടെ സ്കിൻ ഓയിലി ആയിട്ടല്ലേ ഇരിക്കുന്നത്, ഇനി മോയ്സ്ചറൈസറും കൂടി ഇട്ട് വീണ്ടും ഓയിലി ആക്കണോ, ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിക്കും. തെറ്റാണ്. ഓയിലി സ്കിന്നുകാർക്ക് മോയ്സ്ചറൈസർ മസ്റ്റാണ്. കാരണം നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് ആ ഒരു മോയ്സ്ചറൈസേഷൻ ലോക്ക് ചെയ്യാനും നമ്മുടെ സെബം പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാനും മോയ്സ്ചറൈസർ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഓൾ തിക്കായിട്ടുള്ള ക്രീം ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ നമുക്ക് പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ നിവ്യയുടെ, നമ്മുടെ പഴയ ടബിലൊക്കെ വരുന്ന നിവ്യയുടെ ഒക്കെ ഇതില്ല, ആ ഒരു ടെക്സ്ചർ ഇല്ലേ, അത് നമുക്ക് പറ്റത്തില്ല. അത്രയും തിക്കായിട്ട് വന്നു നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഓയിലി ആയിട്ട് എണ്ണമയമായിട്ടിരിക്കും. അങ്ങനത്തെ ഒന്നും നമുക്ക് പറ്റത്തില്ല. ഓയിലി സ്കിൻകാർ മോയ്സ്ചറൈസേഷനും സ്കിൻ കെയറിൻ്റെയും മേക്കപ്പിൻ്റെയും പ്രോഡക്ട്സ് വളരെ ശ്രദ്ധിച്ച് മാത്രമേ മേടിക്കാവൂ. കാരണം പെട്ടെന്ന് നമുക്ക് സ്കിൻ ഓയിലി ആകാനും ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് മോയ്സ്ചറൈസർ നല്ലതാണ് കേട്ടോ. അത് എന്താ പറയുന്നത്, നല്ല ജെൽ ബേസ്ഡ് ആണ്, വാട്ടർ ബേസ്ഡ് അല്ലെങ്കിൽ ജെൽ ബേസ്ഡ് ആണ് നമുക്ക് എപ്പോഴും നല്ലത്. അപ്പം പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് വളരെ നല്ലതാണ്. അത് മാത്രമല്ല ലാക്മേയുടെ പീച്ച് മിൽക്ക് നല്ലതാണ്. ഒരുപാട് മോയ്സ്ചറൈസർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ സെപ്പറേറ്റ് ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഒന്നും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മുടെ മെയിൻ സ്റ്റാർ ആലോവേര ജെല്ലുണ്ട്. ആലോവേര ജെല്ല് നല്ല പ്യുവർ ആലോവേര ജെല്ലാണെങ്കിലും നമുക്ക് ഓയിലി സ്കിൻകാർക്ക്, ഓയിലി സ്കിന്നെന്നില്ല, ആലോവേര ജെൽ എല്ലാ സ്കിൻ ടൈപ്പിനും നല്ലതാണ്. നല്ല ക്വാളിറ്റി ഉള്ള ആലോവേര ജെല്ല് മേടിച്ചിട്ട് മോയ്സ്ചറൈസറായിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് നമ്മുടെ ഓയിലി സ്കിന്നിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു ചെറിയ ടിപ്പായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സമ്മറി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാരണവശാലും മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യരുത്. നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യണം. സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുമ്പം അല്ലെങ്കിൽ മേക്കപ്പിൻ്റെ പ്രോഡക്ട്സ് ഉൾപ്പെടെ നമുക്ക് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാകാത്ത, നോൺ കൊമഡോജനിക് എന്ന് പറയും, അതായത് കുരുക്കൾ ഉണ്ടാകാൻ അനുവദിക്കാത്ത അങ്ങനത്തെ പ്രോഡക്ട്സ് തന്നെ സെലക്ട് ചെയ്യണം. നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ പ്രോഡക്ട്സ് തന്നെ വേണം സെലക്ട് ചെയ്യാനായിട്ട്. വാട്ടർ ബേസ്ഡ് അല്ലെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ്, സെറം ഒക്കെ സെലക്ട് ചെയ്ത് നോക്കുക. ഒരു കാരണവശാലും കുരു ഞെക്കി പൊട്ടിക്കാൻ ശ്രമിക്കരുത്. അപ്പം നല്ല രസമായിരിക്കും, കുരു അങ്ങ് പോവും. പക്ഷേ പിന്നീട് അതിൻ്റെ ആ ഒരു പാട് കുഴിയായിട്ട്, ചെറിയ ചെറിയ കുഴികളായിട്ട് നമ്മുടെ ബംസായിട്ടൊക്കെ നമ്മുടെ മുഖത്ത് കാണും. പിന്നെ ഒത്തിരി ഓയിലി ആയിട്ടുള്ള ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്തേക്കാം. നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം. പ്രത്യേകിച്ചും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇനി നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ അൻറ്റിൽ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ടേക്ക് കെയർ, ബൈ.